ശ്രീ ആർ വി ബാബു, നോക്കൂ, ഉറങ്ങുന്നവരെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ അങ്ങടെ വിചാരോ? അല്ല അനിൽ നമ്പ്യാരെ, ഇപ്പോ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെന്താ ചെയ്യുന്നേ? അതിനൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ന്യായീകരിക്കുക, ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിക്കൂടാ, എന്നിട്ട് ഇതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറയുക. ഈ നാടകങ്ങൾ ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. ഇവിടെ തന്നെ പറയും, തൊട്ടടുത്ത പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് കേരളീയർ. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ഭീമാപ്പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരാണ്. കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ് കേരളത്തെ കേരളമാക്കിയത്. റംസാൻ വ്രതം ഹിന്ദുക്കൾ നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പായസം കൊടുക്കുന്നു. ഇതൊക്കെ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആണല്ലോ, അത് മറക്കരുത്. ഇതൊന്നും മതവിശ്വാസവുമായി ബന്ധിപ്പിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. മതവിശ്വാസവുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഇവിടെ ഹാഷിം അടക്കമുള്ളവർ പറയേണ്ടത്, ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഹിന്ദു ദേവനിലാണ്, ഈശ്വരനിലാണ്, അല്ലെങ്കിൽ വിഷ്ണുവിലാണ്, ശിവനിലാണ് എന്നിരിക്കട്ടെ, എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമോ? അതാണ് ഹാഷിം പറയേണ്ടത്. എന്താ ചിരിക്കാൻ? നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ചത്തോ? അതോ ഞാൻ വല്ല തമാശയും പറഞ്ഞു? അതല്ല തിരുമേനി. ഞാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഞാൻ കാഫിറാണോ? ഇവിടെ ഇരിക്കുന്ന സെൻകുമാർ സാർ കാഫിറാണോ? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ അനിൽ നമ്പ്യാർ കാഫിറാണോ? ഇനി മതവിശ്വാസം ഒന്നുമില്ലാത്ത പാവം ആരിഫ് ഹുസൈൻ കാഫിറാണോ? നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ, നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ല. അയാൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പരമശിവനിലോ അല്ലെങ്കിൽ വിഷ്ണുവിലോ ഒക്കെയാണ്. എനിക്ക് പോകാൻ പറ്റുമോ? കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കും. ഇത് അംഗീകരിക്കുന്നുണ്ടോ? എന്നിട്ട് അടുത്ത ഉള്ളവന്റെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, സൗഹൃദമാണെന്നൊക്കെ പറയുന്നില്ല അർത്ഥമുള്ളൂ. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടി. ലവ് ജിഹാദിന്റെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ചൂണ്ടിക്കാണിക്കാമോന്ന്? അദ്ദേഹം ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. ഹാഷിം അങ്ങ് ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. 2009 നമ്മുടെ ഷെഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് ഉണ്ടാവുന്നത്. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. കേരള ഹൈക്കോടതിയിൽ KT ശങ്കറിന്റെ വിധി, ആ ബെയിൽ ആപ്ലിക്കേഷനെ തുടർന്നുള്ള വിധി ഉണ്ടാകുന്നത് ആ വർഷമാണ്. 2010 ആ വിധി വരുന്നുണ്ടെന്ന് തോന്നുന്നു. 2 പെൺകുട്ടികൾ, ഒരു ഹിന്ദു പെൺകുട്ടി, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി, ആ 2 പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ച് കഴിഞ്ഞ അത് ഒടുവിൽ കേസായി ഹൈക്കോടതിയിലെത്തിയ കേസ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ആ കേസ് ഹൈക്കോടതിയിലെത്തി. അപ്പോഴാണ് അതിന്റെ വസ്തുതകൾ മുഴുവൻ പുറത്തു വരുന്നത്. അടുത്തിടെ പഴകുമ്പോഴേ മനസ്സിലാവും. കോടതി ആവശ്യപ്പെട്ടു കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സർക്കാരിനോട് DGP-യോടൊക്കെ ആദ്യത്തെ റിപ്പോർട്ട് കൊണ്ടുവന്നു. കോടതിയെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഒരു യഥാർത്ഥ റിപ്പോർട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇപ്പോഴാണ് നീ ശരിക്കും വിഷമിക്കേണ്ടത്. ആ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോഴാണ് 10-16 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ആ റിപ്പോർട്ടുകളിലാണ് പറഞ്ഞത് കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിന്റെ കണക്ക് കേരള ഹൈക്കോടതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആ വിധി ഒന്നെടുത്ത് വായിച്ചു നോക്കൊരു തവണയെങ്കിലും. ആ വിധി ഒന്നെടുത്ത് വായിച്ചു നോക്ക് സാർ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ മണ്ടത്തരം പറയൂ. രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. കേരളത്തിൽ അത്തരം കേസുകളുണ്ട്. എന്താ നിമിഷ ഫാത്തിമയുടെ കേസ് എന്തുന്നാ? ലവ് ജിഹാദ് അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മതപരിവർത്തന ജിഹാദ് അല്ലേ? നാടകം നന്നായി, നിന്റെ വേഷം. ഹൈക്കോടതി പറഞ്ഞോ ബാബു സാർ? ഒന്ന് പറഞ്ഞേ. എന്തിനാണ് നിങ്ങൾക്കറിയാമോ? കേരള ഹൈക്കോടതി ഇനി ഞാൻ പറയാം. പറഞ്ഞോ ഹൈക്കോടതി പറഞ്ഞു. കേരള ഹൈക്കോടതി എന്താ പറഞ്ഞു? നിങ്ങൾ ഏതാണ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു? ഹൈക്കോടതിയുടെ ആ വിധി, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുന്നത് നമുക്കറിയാം. നിങ്ങൾ വെറുതെ പറഞ്ഞു പോയപ്പോഴല്ലോ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ശരി, വിധി ഹൈക്കോടതി. നിങ്ങൾ നിശബ്ദനായിരിക്കും. ഞാൻ ഇടപെട്ടതല്ല, ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പറഞ്ഞില്ല എന്നുള്ളതാണോ പ്രശ്നം? കെട്ടിപ്പിടുത്തം വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം. കാരണം ഇല്ലാത്തതൊന്നും ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആ വിധിന്യായം ഏതാണ്? അതൊന്നും എനിക്ക് കേൾക്കാൻ. ഞാൻ ഈ ചർച്ചയിൽ നിങ്ങൾ കൂടെയുള്ള ഒരാളല്ലേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ്
ഇങ്ങനെ നടക്കുന്നതായിട്ട് 3000 മുതൽ 4000 വരെ ഇത്തരം മതപരിവർത്തനങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ട് കോടതിയുടെ മുൻപാകെ ഉണ്ട്. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. നിങ്ങൾ ആ വിധി ഒന്ന് എടുത്ത് വായിക്കൂ സർ, എന്നിട്ട് ഇവിടെ ഒന്ന് വാചകടിക്കൂ. വെറുതെ ഒന്നും അറിയാൻ പാടില്ല മണ്ടത്തരം എഴുന്നള്ളിക്കാൻ മദ്രസയിൽ നിന്നുള്ള വന്ന് വിവരം വെച്ചിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. മനസ്സിലായല്ല? മദ്രസയിലെ ബാബു സാറേ, നിങ്ങൾ പ്രകോപനം അതില് ഈ കോടതി പറഞ്ഞോ ഇവിടെ ഞാൻ ചോദിക്കാൻ മറുപടി പറയാൻ നിങ്ങൾ താങ്കൾക്ക് മലയാളം മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു വിധി, ഹൈക്കോടതിയുടെ വിധി, ഏതെങ്കിലും ഒരു വിധിയിൽ ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് കോടതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. പറയുന്നതൊന്നും വായിക്കാൻ ഞങ്ങൾക്കറിയില്ല, ശരി. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ വായിച്ചെന്ന് പറയാ സ്റ്റേറ്റ്മെന്റില്. പിന്നെ ഇത് ക്യാമ്പസ് ഫ്രണ്ട് അങ്ങനെ ചെയ്തു എന്ന് കോടതി പറഞ്ഞോ? പറഞ്ഞോ? അല്ല, എനിക്കറിയില്ല. ക്യാമ്പസ് ഒരു കോടതി പറഞ്ഞു. എന്റെ പൊന്നു സാർ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ വിധി പൂർണ്ണമായി ഒന്നും ആവർത്തി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ വിധി വായിച്ചിട്ടുണ്ടോ? നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. അത് പറഞ്ഞല്ലോ സാർ. അറിഞ്ഞ നീ വിഷമിക്കുന്ന കരുതിയാ ഒളിച്ചു വെച്ചത്. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. കാരണം ഇതിൽ ലീഗൽ ടേമിൽ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് ഒരു കോടതിക്കും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടിയും കിട്ടലില്ല. ഒരു അന്വേഷണ ഏജൻസിക്കും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ. നിങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസം, നിങ്ങളുടെ മതവിദ്യാഭ്യാസം, അത് ഇന്ത്യയിൽ ലോകത്താകമാനം മാനവരാശിക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാൻ. അതിനെ സാധാരണക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഏതെങ്കിലും സംഘടന കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വയം കൃതാനർത്ഥമാണത്. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഹാഷിം, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചു. ശ്രീ ഹാഷിം അരിയിൽ, ഇനി പറയൂ, എന്താണ് TCS-ൽ സംഭവിച്ചത്? TCS-ൽ എന്താ സംഭവിച്ചെന്നുള്ളത് പറയേണ്ടത് പോലീസാണ്. പോലീസ് പറയുന്നത് സത്യമാണെന്ന് പറയേണ്ടത് കോടതിയാണ്. 100% ഞാൻ യോജിക്കുന്നു. കോടതിയിൽ വിധി വരുമ്പോ നമുക്ക് അതിനെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇവിടെ അറുൽ ബാബു അതുപോലെ തന്നെ DGP ഒക്കെ ഇവിടെ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. എത്ര മോശമായ ഒരു വീക്ഷണമാണ് ഒരു സമൂഹത്തെ കുറിച്ച് വെച്ച് പുലർത്തുന്നത്. അതുപോലെ കള്ള വാർത്തകൾ മുന്നേ പലതും വന്നിട്ടുണ്ട്. ആ വന്ന കാലത്തുള്ളതൊന്നും സത്യമായിട്ടില്ല എന്നത് പിന്നീട് അതൊക്കെ ഒന്നുമല്ല, വെറും പൊയ്വടികളാണ് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഒരു കള്ളവാർത്ത താങ്കൾ പറഞ്ഞാൽ മതി. കേരളത്തില് ലവ് ജിഹാദ് വ്യാപകമായും ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കള്ളവാർത്തയല്ലേ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്നോട് ഇവിടെ ഈ കോപ്പാനലായിട്ടൂടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ DGP ആണ്, സെൻകുമാർ സാറാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എല്ലാ ആദരം വെച്ച് തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹം ഇതിന്റെ തലപ്പത്ത്, ഇവിടുത്തെ പോലീസ് സേനയുടെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം പറയട്ടെ, ലവ് ജിഹാദി എന്ന നിലക്ക് നടത്തിയ ഒരു കേസിനെ കുറിച്ച് അദ്ദേഹം പറയട്ടെ. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ധാരണയാണ് നിങ്ങൾക്കുള്ളത്? ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും കുറ്റകരമായി കാണുന്ന ഒന്നാണ് വ്യഭിചാരം. ആ വ്യഭിചാരം ആകാതിരിക്കണമെങ്കിൽ വൈവാഹികമായിട്ട് അവർ ഏർപ്പെടുന്ന കുറെ നിബന്ധനകൾ പറയുന്നുണ്ട്.
ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ വിവാഹ അനുസരിച്ച് ഒരു കുടുംബ ബന്ധം സാധ്യമാകുള്ളൂ. അല്ലാതെ ഒരു പരസ്പരം ഇവരൊരു ജീവിക്കാൻ ഒത്തുചേരുക, എന്നിട്ട് അവർ ബന്ധങ്ങളിൽ ഏർപ്പെടുക, അത് ബലാത്സംഗ കേസായിട്ടുണ്ടെങ്കിൽ അതൊരു സമൂഹത്തിന്റെ തലയിൽ അങ്ങ് ഏൽപ്പിച്ചു വെക്കല. എന്റെ പേര് ഹാഷിം എന്നാണ്. തൊട്ട് എന്റെ കോപ്പയനിലായിട്ട് ആരിഫ് ഹുസൈൻ ഉണ്ട്. ആരിഫ് ഹുസൈന്റെ പേരിലോ എന്റെ പേരിലോ വരുന്ന ഒരു കാര്യം പേരിന്റെ പേരിൽ മാത്രം ഒരു സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ? നേരത്തെ ആർമി പറഞ്ഞ ഒരു കേസുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കേരള പോലീസ് ആ അന്വേഷണത്തിൽ സത്യമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിയൊരു കേസാണല്ലോ നിങ്ങൾ നേരത്തെ പരാമർശിച്ചത്. ആ 16 വയസ്സുകാരി എന്ന് പറയുന്ന പെൺകുട്ടി യുവാൻ ചെയ്തു എന്ന് പറഞ്ഞത് മധ്യപ്രദേശ് ഗവൺമെന്റ് അല്ലേ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? കേരള ഗവൺമെന്റ് അല്ലല്ലോ. അവിടുത്തെ ഗവൺമെന്റ് കുട്ടിക്ക് 1 വർഷം മുന്നേ കൊടുത്തിരിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്, അതും വലിയൊരു അത്ഭുതമാണ്. മധ്യപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് 16 വയസ്സ് വരെ, 17 വയസ്സ് വരെ, 18 വയസ്സ് വരെ അതിന്റെ ജനനം പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. എത്ര നിരുത്തരവാദപരമാണ് ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ഭരണം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി അവരുടെ രക്ഷിതാക്കൾ പറയുന്ന ആ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടി കുംഭമേളയിൽ വരുമ്പോൾ ആ കുട്ടിക്ക് വയസ്സെത്രയാ? 14 വയസ്സാ. 14 വയസ്സുള്ള ഒരു കുട്ടിയെ കുംഭമേളയിൽ മാല വിൽക്കാൻ കൊണ്ടുവരുന്ന അതിന്റെ രക്ഷിതാക്കളാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ബാലവിവാഹം പോലെ തന്നെ നിയമവിരുദ്ധമാണ് ബാലവേലയും. മുത്തശ്ശന് മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. ആ ബാലവേലയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു കുട്ടിയുടെ വിഷയത്തിൽ ആ മാതാപിതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്? നമ്മൾ പറയുന്നത് ഒരു വാദത്തിന് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടും അല്ല പറയുന്നത്. മാനവികമായ ഒരു വിഷയം ഒരു സ്ഥലം ചർച്ച ചെയ്യപ്പെടുമ്പോ ആ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സത്യമായിരിക്കണം. കേരളത്തിൽ ഇതൊന്നും ഇല്ലാതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നേരം വിളിക്കാൻ താ എന്നെ കൊണ്ട് പറയിപ്പിച്ച് കിടങ്ങൂല്ലേ? ഇപ്പൊ പറഞ്ഞല്ലോ, കേരള ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷിച്ചിട്ട് ആ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് സത്യമാണെന്നല്ലേ പറയുന്നത്. അതെന്തുകൊണ്ടാണ് റദ്ദാക്കിയത്? ഒരു ഗവൺമെന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത് വ്യാജാന്നല്ലല്ലോ പറഞ്ഞത്. അത് ആര് ഭരിക്കുന്ന സംസ്ഥാനമാണ്? BJP ഭരിക്കുന്ന സംസ്ഥാനം. 3 ടൈമായി നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിക്കുന്നത്. ഞാൻ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? 15 വർഷമായിട്ട് ഇവിടെ നടക്കുന്നത് എന്തെന്ന് പോലും അറിയാതെ ഒരു മനുഷ്യനെ ഇന്ത്യ ഭരിക്കുന്ന പറയുന്നത് നാണക്കേടല്ല നമ്മുടെ രാജ്യത്തിന്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അപ്പോഴ് വാല് പൊക്കിയിട്ട് വന്നു അത് ലവ് ജിഹാദ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജിഹാദ്. ഈ ജിഹാദ് എന്നത് ചേർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ അവമതിക്കാം എന്നല്ലാതെ അതിന്റെ പേരിൽ എന്താ ഉള്ളത്? ഈ പേര് കൊണ്ടാണോ? വെറുതെ എന്റെ പുറകെ നടന്ന് തന്റെ ജന്മം കളയല്ലേ. അപമാനിച്ച് ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ആരിഫ് ഹുസൈന്റെ പേരും ഈ സമുദായത്തിന്റെ പേരാണ്. കേമോ എന്ന് പറഞ്ഞാൽ പോരാ, തോൽവിയുടെ പടുകുഴി. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനവും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു സമൂഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? അതല്ലല്ലോ ശരി. ഇത് വൃത്തിയിട്ട പണി. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ.